നമസ്കാരം. ഇന്ന് കേരളത്തിൽ പുറത്തിറങ്ങിയ മാധ്യമങ്ങളിൽ വീക്ഷണം, മാതൃഭൂമി, മനോരമ, ചന്ദ്രിക ഈ 4 പത്രങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ പത്രങ്ങളുടെയും മുൻ പേജിൽ ഒരു ജാക്കറ്റ് പരസ്യമുണ്ട്. അതായത് മുൻ UDF സർക്കാരിനെ കളിയാക്കിക്കൊണ്ട് LDF സർക്കാർ നൽകിയ PRD പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് നൽകിയ പരസ്യമാണ് ഇന്ന് എല്ലാ പത്രത്തിലുള്ളത്. ഇതിൽ കോൺഗ്രസിന്റെ മുഖപത്രമായ വീക്ഷണവും ലീഗിന്റെ മുഖപത്രമായ ചന്ദ്രികയും ഈ പരസ്യം എടുത്തിട്ടില്ല. മനോരമയും മാതൃഭൂമിയും കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള ആദ്യ 2 പത്രങ്ങൾ, ഈ 2 പത്രങ്ങളും ഈ പരസ്യം എടുത്തിട്ടില്ല. വരും ദിവസങ്ങളിൽ ഈ 2 പത്രങ്ങളിൽ പരസ്യം ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ഈ 4 പത്രങ്ങളിൽ വെച്ച് ബാക്കി എല്ലാ പത്രങ്ങളിലും ഈ പരസ്യമുണ്ട്. കോടികൾ ചെലവഴിച്ചാണ് സർക്കാർ ഈ പരസ്യം നൽകിയിരിക്കുന്നത്. മുൻ UDF സർക്കാരിനെ അവഹേളിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പരസ്യം ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാനം കടബാധ്യതയിൽ മുങ്ങിത്താഴുമ്പോൾ മുണ്ട് മുറുക്കിയെടുത്ത് ജീവിക്കാൻ കേരളത്തിലെ ജനങ്ങളോട് ധനകാര്യമന്ത്രി പറയുന്ന അതേ സാഹചര്യത്തിലാണ് കോടികളുടെ പാഴ്ചെലവുണ്ടായിരിക്കുന്നത്. വിശദമായി പരിശോധിക്കാം. സർക്കാർ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ്. അതായത് PRDയുടെ പരസ്യം ഇന്ന് കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളിലും വന്നിരിക്കുന്നു, ഒരു 4 പത്രങ്ങൾ ഒഴിച്ച്. അതിൽ ഈ പരസ്യത്തിന് തുക ചെലവായത് കോടികളാണ്. വരാനിരിക്കുന്ന സർക്കാരിന്റെ തലയിലാണ് ഇതിന്റെ ഭാരമുണ്ടാവുക. അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തല, മുൻ പ്രതിപക്ഷ നേതാവും ആഭ്യന്തരമന്ത്രിയുമായ രമേശ് ചെന്നിത്തല പറഞ്ഞത്, ഈ പരസ്യം നൽകാൻ കൂട്ടുന്ന ഉദ്യോഗസ്ഥരെല്ലാം പെടും, ഞങ്ങൾ കോടതിയിൽ പോകും, സർക്കാർ മാറി വരട്ടെ എന്നാണ്. അദ്ദേഹം നേരത്തെ കോടതിയിൽ പോകുമെന്ന് പറഞ്ഞ കേസുകൾ നമുക്കറിയാം. ആ കേസുകളെല്ലാം രമേശ് ചെന്നിത്തല കോടതിയിൽ പോവുകയും സർക്കാരിന് തിരിച്ചടി ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാനം സാമ്പത്തിക മാന്ദ്യത്തിൽ നട്ടം തിരിയുന്ന അതേ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കോടികൾ ചെലവഴിച്ച UDFനെ അവഹേളിക്കാൻ പരസ്യം നൽകിയിരിക്കുന്നത്. ഇത് ഒരു സർക്കാർ ചെയ്യുന്നത് ഭൂഷണമാണോ? അല്ല, ഒരിക്കലും സർക്കാർ ഇത്തരം PR പരസ്യങ്ങൾ ചെയ്യരുതെന്ന് നമുക്ക് പറയാനാകില്ല. കാര്യം സാധാരണഗതിയിൽ എല്ലാ സർക്കാരും, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും PR പരസ്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ PRD ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിൽ തെറ്റുണ്ട് എന്നൊരു അഭിപ്രായം എനിക്കില്ല. പക്ഷെ നമ്മുടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി കൂടി നമ്മൾ ഈ വിഷയത്തിൽ പരിഗണിക്കണമായിരുന്നു. നമ്മൾ വലിയ കടത്തിലാണ്, അല്ലെങ്കിൽ സാമ്പത്തികമായി നമ്മൾ വളരെ കടത്തിലായി നിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഈ വലിയൊരു തുക PRDക്ക് വേണ്ടി, അല്ലെങ്കിൽ PR വർക്കിന് വേണ്ടി സർക്കാർ നൽകുന്നത് ശരിയായ ഒരു നിലപാടേ അല്ല. അതിനോട് യോജിക്കാനാകില്ല. പിന്നെ ഈ സാധാരണഗതിയിൽ PR ചെയ്യുന്നത്, സർക്കാരുകൾ PR ചെയ്യുന്നത്, അവർ ഈ 10 വർഷം കൊണ്ട് അല്ലെങ്കിൽ 5 വർഷം ഭരിക്കുമ്പോൾ ആ ഭരിച്ച സമയത്ത് അവർ എന്തൊക്കെ നേട്ടങ്ങൾ കൈവരിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സാധാരണഗതിയിൽ PR ചെയ്യുന്നത്. പക്ഷെ ഇപ്പോ വളരെ വ്യത്യസ്തമായിക്കൊണ്ട്, അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് 10 വർഷം മുമ്പ് ഭരിച്ച ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലം, ആദ്യം ഒരു ഇരുണ്ട കാലം എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പൊ PRD പരസ്യത്തിലൂടെ നൽകുന്നത്. അത് 10 വർഷം മുമ്പുള്ള സർക്കാരിനെ, അല്ലെങ്കിൽ 10 വർഷം മുമ്പ് ഭരിച്ചിരുന്ന സർക്കാരിനെ അപമാനിക്കാനാണ് ഇപ്പൊ PRD ചെയ്തുകൊണ്ട്. അതൊരിക്കലും ശരിയായ നടപടിയല്ല. അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? വികസന നേട്ടങ്ങളിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷമായി കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന ഉത്തമ ബോധ്യമാണോ PRD കൊണ്ട് ഇത്തരം ഒരു നിലപാട്, അല്ലെങ്കിൽ ഇത്തരം പരസ്യങ്ങൾ ചെയ്യാൻ ഏൽപ്പിച്ചെന്നൊരു ചോദ്യമുണ്ടല്ലോ. എന്തുകൊണ്ട് ഈ സർക്കാർ പുതിയതായി ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ 10 വർഷമായി ചെയ്തിട്ടുണ്ടെങ്കിൽ, കേരളം നമ്പർ 1, എല്ലാ മേഖലയിലും കേരളം നമ്പർ 1 ആണെങ്കിൽ എന്തുകൊണ്ട് അത്തരത്തിലുള്ള പരസ്യങ്ങൾ കൊടുത്തില്ല എന്നൊരു ചോദ്യമുണ്ടല്ലോ. ആ ചോദ്യങ്ങളൊക്കെ നിലനിൽക്കുകയാണ്. രമേശ് ചെന്നിത്തല പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ കേസുമായി മുന്നോട്ട് പോകുക തന്നെ വേണം. സാമ്പത്തികമായി ഇത്രയും പിരിമുറുക്കം അനുഭവിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇത്രത്തോളം രൂപ, അതും സർക്കാരിന്റെ പണമല്ല, സാധാരണക്കാരെ ജനങ്ങളുടെ നികുതി പണം എടുത്ത് ചിലവാക്കുന്നത് ശരിയായ രീതിയല്ല. അത് സർക്കാരിനറിയാം. പക്ഷെ എങ്ങനെയും മൂന്നാമതും അധികാരത്തിലെത്തുക എന്ന ഒറ്റ ലക്ഷ്യത്തോടുകൂടി PRD വകുപ്പ്, അല്ലെങ്കിൽ ഇത്തരം PRകൾ ചെയ്യുന്നത് ശരിയായ നടപടിയേ അല്ല. അതായത് ഔദ്യോഗിക സംവിധാനമാണ് ദുരുപയോഗപ്പെടുത്തിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക സംവിധാനം ദുരുപയോഗപ്പെടുത്തി CPMന് വേണ്ടി വിടുപണി ചെയ്യുന്ന തലത്തിലേക്ക് PR ഡിപ്പാർട്ട്മെന്റ്, PRD അധപ്പതിച്ചു പോയി എന്ന് പറയുമ്പോൾ അത് കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണം എടുത്താണെന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇതിന്റെ ഗൗരവം ചിന്തിക്കേണ്ടത്. ഈ PRD പരസ്യം, അതായത് സർക്കാരിന്റെ ഒരു വികസന നേട്ടം, അല്ലെങ്കിൽ പിണറായി വിജയൻ സർക്കാർ ഇന്ന കാര്യം നടപ്പിലാക്കി എന്ന് പറഞ്ഞ് പരസ്യം ചെയ്താൽ ഇവിടെ ആരും ചോദ്യം ചെയ്യില്ല. ചില വിമർശനങ്ങളൊക്കെ വരുന്നാലും ഇത്രത്തോളം ആരും ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇത് മറ്റൊരു സർക്കാരിനെ, അല്ലെങ്കിൽ മറ്റൊരു സർക്കാരിന്റെ ഭരണകാലത്തെ ദേശാഭിമാനിയിൽ വന്ന വാർത്ത വെട്ടിയെടുത്ത് നൽകുന്നത് പോലെയാണ് ഈ PRD പരസ്യം നൽകിയത്. ഈ ഉദ്യോഗസ്ഥർ നാളെ മറുപടി പറയേണ്ടി വരുമെന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത്. ഔദ്യോഗിക സംവിധാനം ദുരുപയോഗം ചെയ്ത ഉദ്യോഗസ്ഥർ മറുപടി പറയേണ്ടി വരുമെന്ന് പറയുമ്പോൾ ഈ സർക്കാരിന് വേണ്ടി എന്തും ചെയ്യിപ്പിക്കാൻ PRDയെ ഉപയോഗിക്കുകയാണ്. അതായത് PRDയിലെ എല്ലാ ഉദ്യോഗസ്ഥരും ഇതിൽ കുറ്റക്കാരാണെന്നോ, അല്ലെങ്കിൽ സർക്കാരിന് അനുകൂലമായി ചിന്തിക്കുന്ന ആളുകളാണെന്നോ ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു വിഭാഗം ഉദ്യോഗസ്ഥരെ, മുൻ കണ്ണൂർ ജില്ലാ കളക്ടറായിരുന്ന സുഭാഷ് PRD ഡയറക്ടറായി എത്തുകയും
അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് ഉപയോഗപ്പെടുത്തിയാണ് ഇത്തരത്തിൽ പരസ്യം നൽകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം നേരത്തെ ഒരു സർക്കാരും ഇത്തരത്തിൽ മറ്റൊരു വകുപ്പിനെ അല്ലെങ്കിൽ മറ്റൊരു സർക്കാരിനെയോ അപമാനിച്ചുകൊണ്ട് ഔദ്യോഗിക സംവിധാനം ദുരുപയോഗപ്പെടുത്തി പരസ്യം നൽകിയിരുന്നില്ല. ഇപ്പോൾ ഇതൊരു പുതിയ കീഴ്വഴക്കം ഇടതുമുന്നണി സർക്കാർ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇതിനെതിരെ കോടതിയിൽ പോകുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നു. നേരത്തെ കേരളത്തിലെ ജനങ്ങളുടെ ഡാറ്റ ചോർച്ചയുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തല കോടതിയിൽ പോയി സർക്കാരിന് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. ഡിസ്റ്റിലറിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർക്കാരിന് തിരിച്ചടി ഉണ്ടാക്കി. ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ സർക്കാരിന് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ ഈ പരസ്യം സർക്കാരിന് തിരിച്ചടിക്കാൻ പോവുകയാണെന്ന കാര്യത്തിൽ തർക്കമില്ല. സാധാരണക്കാർ മുണ്ടുമുടുക്കിയുറുക്കാൻ ആഹ്വാനം ചെയ്ത അതേ മന്ത്രിമാർ കോടികൾ ചെലവിട്ട തങ്ങളുടെ സർക്കാരിനെ ഉയർത്തിക്കാണിക്കാനും നേരെ മറിച്ച് മുൻപുണ്ടായിരുന്ന സർക്കാരിനെ ഇകഴ്ത്തിക്കാണിക്കാനും ദേശാഭിമാനിയിൽ വന്ന വാർത്ത ഉപയോഗപ്പെടുത്തി പരസ്യം നൽകുമ്പോൾ അത് കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിക്കുന്നത് തുല്യമാണ്. ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും. സാക്ഷര സമ്പന്നരായ ജനങ്ങൾ ഇതിന് മറുപടി കൊടുക്കില്ല എന്ന കാര്യത്തിൽ തർക്കമുണ്ടോ? നമുക്കറിയാം, നിലവിലെ സാഹചര്യം തന്നെ ഈ സർക്കാരിനെ സാധാരണക്കാരായ ജനങ്ങൾ എഴുതിത്തള്ളിയൊരവസ്ഥയാണ്. ഒരു 10 വർഷമായി ഈ സാധാരണക്കാർക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത സർക്കാർ എന്താണ് അധികാരത്തിലേക്ക് വരുമ്പോൾ LDF വരും, എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് എല്ലാ മേഖലകളും ഈ 10 വർഷത്തിനിടയിൽ ഇനി തകരാന ഒരു മേഖലയിൽ ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, ആഭ്യന്തര വകുപ്പ്, അങ്ങനെ എല്ലാ മേഖലയും തകർത്ത ഒരു സർക്കാർ അവസാനം അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് PR പരസ്യങ്ങളുമായി അല്ലെങ്കിൽ PR ഗിമ്മിക്കുമായി പൊതുജനത്തിന്റെ മുന്നിലേക്ക് എത്തുമ്പോൾ അവർക്കത് അറിയാം എന്താണ് എല്ലായ്പ്പോഴും എല്ലാ തെരഞ്ഞെടുപ്പിലും ജനങ്ങളെ പറ്റിക്കാനാകില്ല എന്നുള്ളത് തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം കൊടുത്ത ആദ്യ സൂചനയാണ്, അല്ലെങ്കിൽ സർക്കാരിന് കിട്ടിയ ആദ്യ അടിയാണ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതേ അടി അല്ലെങ്കിൽ അതുപോലെ തന്നെ CPM-ന് ഒരു വലിയ പരാജയം ഉണ്ടാകാനാണ് സാധ്യതയും. അതായത് സർക്കാർ ഇത്തരത്തിൽ മുൻ സർക്കാരുകളെ അപമാനിച്ച് അല്ലെങ്കിൽ മുൻ സർക്കാരുകളെ അവഹേളിച്ച് ഇത്തരത്തിൽ പരസ്യം കൊടുക്കുമ്പോൾ, അതായത് മറ്റു പത്രങ്ങളിൽ വന്ന വാർത്തയാണ് ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ നമുക്ക് അങ്ങനെയെങ്കിലും ഇത് ദേശാഭിമാനിയിൽ വന്ന വാർത്തകൾ, ആ വാർത്തകളാണ് ഭൂരിഭാഗവും ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. പക്ഷേ കേരളത്തിലെ ചില മാധ്യമങ്ങൾ ഒരു മാധ്യമ ധർമ്മത്തിന്റെ അവരുടെ ഏറ്റവും ഒരു നിലപാട് സ്വീകരിച്ചെന്നത് അഭിനന്ദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. മാതൃഭൂമിയും മനോരമയും കേരളത്തിൽ ഏറെ പ്രചാരമുള്ള 1ാം സ്ഥാനത്തും 2ാം സ്ഥാനത്തിരിക്കുന്ന പത്രങ്ങളാണ്. ആ 2 പത്രങ്ങളിലും ഇന്ന് പരസ്യം വന്നിട്ടില്ല. നാളുകളിൽ വരുമോ എന്ന് ഞാൻ പറയുന്നില്ല, എനിക്കറിയില്ല അതിനെക്കുറിച്ച്. വീക്ഷണം, കോൺഗ്രസിന്റെ മുഖപത്രം വീക്ഷണവും മുസ്ലിം ലീഗിന്റെ മുഖപത്രം ചന്ദ്രികയും ഈ പരസ്യം തങ്ങൾക്ക് വേണ്ട എന്ന് PRDയെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് അവരുമായി ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷേ അതിലെല്ലാം ഉപരി ഇത്തരത്തിൽ ഈ ഒരു വിഷയം വന്നപ്പോൾ അതിനെ കോടതിയിൽ ചോദ്യം ചെയ്യും. ഈ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരെ കോടതിയിൽ ചോദ്യം ചെയ്യുമെന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും കോടതിയിൽ പോയി സർക്കാരിനെതിരെ ഒരു വിമർശനം വരുന്നാൽ അത് രമേശ് ചെന്നിത്തലയുടെ കൂടി വിജയമായി വ്യാഖ്യാനിക്കാൻ കഴിയില്ല. തീർച്ചയായും രമേശ് ചെന്നിത്തല ഏതൊക്കെ വിഷയത്തിൽ ഇത്ര ആർജവത്തോടുകൂടി കേസുമായി മുന്നോട്ട് പോയിട്ടുണ്ടോ ആ വിഷയത്തിലെല്ലാം തന്നെ രമേശ് ചെന്നിത്തല ജയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് നമുക്കറിയാം. സാധാരണ കോടതി വിധി വരുമ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായിട്ടായിരിക്കണം. കാരണം അദ്ദേഹം അത്രയും പഠിച്ചിട്ടായിരിക്കും ആ കാര്യത്തിൽ പോകുന്നത്. അപ്പൊ ഈ വിഷയത്തിലും കേസുമായി മുന്നോട്ട് പോകുകയാണെങ്കിൽ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ ചേട്ടാ, ഈ 10 വർഷം ഇവരെന്ത് ചെയ്തു? ഈ ഇടതു മുന്നണി അല്ലെങ്കിൽ ഇടത് സർക്കാർ ചെയ്ത നല്ല കാര്യങ്ങൾ കൊടുത്ത ഒരു PR ചെയ്യാമായിരുന്നു. അല്ലാതെ 10 വർഷം മുമ്പ് ഭരിച്ച സർക്കാർ വിമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ താഴ്ത്തി കെട്ടുന്ന രീതിയിലുള്ള പരസ്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതെല്ലാം കോടതിയിൽ പോയാൽ കോൺഗ്രസിനും UDF-നും അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയാണ് കേസുമായി പോകുന്നതെങ്കിൽ അദ്ദേഹത്തിന് അനുകൂലമായി വരും. അത് CPM-നും LDF-നും തിരിച്ചടിയാവുകയും ചെയ്യും.